ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഇൻകം, then assessment year, previous year, person, assessee, assessment, agricultural income, heads of income, gross total income, tax slab, MMR, casual income എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ടേംസും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ടാക്സ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ ടേംസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2 സബ്സെക്ഷൻ 24 അതിലാണ് ഇൻകത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻകത്തിന് ഒരു പ്രത്യേക ഡെഫിനിഷനൊന്നും ഇൻകം ടാക്സ് ആക്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. എങ്കിലും ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, അതേപോലെ ഡിവിഡൻഡ് ആൻഡ് ഇൻട്രസ്റ്റ്, voluntary contribution received by a trust created for charitable purpose or religious purpose or by scientific research association etc. Then salary, allowance, perquisite, എംപ്ലോയീസിന് കിട്ടുന്ന സാലറിയും അലവൻസും പെർക്വസിറ്റും ഒക്കെ, ക്യാപിറ്റൽ ഗെയിൻ, കാഷ്വൽ ഇൻകം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറിയിൽ നിന്നും അതേപോലെ ഗെയിംസ്, കാർഡ് ഗെയിംസ്, പിന്നെ ബെറ്റിംഗ് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം, പിന്നെ എനി സം റിസീവ്ഡ് ഫ്രം എംപ്ലോയീസ് ആസ് എ കോൺട്രിബ്യൂഷൻ ടു എനി PF ഓർ അതർ ഫണ്ട് ഫോർ വെൽഫെയർ ഓഫ് എംപ്ലോയീസ്, എനി സം റിസീവ്ഡ് അണ്ടർ കീം ഇൻഷുറൻസ്. അപ്പോൾ ഇൻകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ കുറച്ചെണ്ണം ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഇൻകം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുന്ന എനി സം എമൗണ്ട്, അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു എമൗണ്ട് ആയിട്ട് ഏൺ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇൻകമായിട്ട് പരിഗണിക്കുന്നതാണ്. നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ, ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടേമാണ് അസസ്മെൻറ്റ് ഇയർ. സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരീഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ഓഫ് എവറി ഇയർ ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ പീരീഡ് ഓഫ് 12 months 12 മാസമാണ് ഒരു അസസ്മെൻറ്റ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അത് കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ, അപ്പോൾ ഏപ്രിൽ 1 മുതൽ എൻഡിങ് ഓൺ 31st March ഓഫ് നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം 31st March അവസാനിക്കുന്നതുമായിട്ടുള്ള ഒരു 12 മാസത്തെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറിന് ഇങ്ങനെയും പറയാം, ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് അസസ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ദി ഇൻകം ഓഫ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് അസസ്മെൻറ്റ് ചെയ്യുന്ന ഇയറിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ എത്രയാണോ ഇൻകം ഏൺ ചെയ്തത് ആ ഇൻകത്തിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, ടാക്സ് അസസ് ചെയ്യുന്ന, അസസ്മെൻറ്റ് നടത്തുന്ന ഇയറിനെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023-24 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 April 2023 മുതൽ 31st March 2024 ആണ് ഇപ്പോൾ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇൻകം ഏൺ ചെയ്ത ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022-23 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 April 2022 മുതൽ 31st March 2023 വരെ ഉള്ള കാലയളവിൽ നമ്മൾ എത്രയാണോ ഇൻകം ഏൺ ചെയ്തത് ആ ഇൻകത്തിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇയറിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2022-23 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 April 2022 മുതൽ 31st March 2023 വരെയുള്ള ആ ഒരു കാലയളവിൽ അത് കംപ്ലീറ്റ് ചെയ്ത ഇയറാണ്. ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് ചെയ്ത ഇയറിൽ ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2023-24 ഓക്കെ, അപ്പോൾ ആ ഒരു കാൽക്കുലേറ്റ് ചെയ്ത പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകത്തിന് ടാക്സ് അസസ്മെൻറ്റ് നടത്തുന്ന ഇയറിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ 2023-24 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 3 പ്രീവിയസ് ഇയറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെക്കാം. Previous year is the financial year immediately preceding the relevant assessment year.
അപ്പോൾ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള ഇയറിനെ, ഫിനാൻഷ്യൽ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഏതാണ്? 2023-24 ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു 23-24 ആണ് റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. അതിന് തൊട്ട് മുമ്പുള്ള ഇയർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022-23 ആണ്. ഓക്കെ, ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇൻകം ഏൺ ചെയ്ത ഇയർ ആണ് പ്രീവിയസ് ഇയർ. ഇറ്റ് ഈസ് ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. അപ്പോൾ ഇൻകം ഏൺ ചെയ്ത ഇയർ, ആ ഇയറിനെ നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നു. ആ പ്രീവിയസ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ വരും. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇൻകം ഏൺ ചെയ്തത് എത്രയാണോ അതിന് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നു, ആ എത്രയാണോ ഇൻകം ഏൺ ചെയ്തത് അതിനനുസരിച്ചിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കറൻറ്റ് പ്രീവിയസ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2022-23 ആണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2022 മുതൽ 31 മാർച്ച് 2023 വരെയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാലയളവിൽ 1 ഏപ്രിൽ 2022 മുതൽ 31 മാർച്ച് 2023 വരെ എത്ര ഇൻകമാണോ ഏൺ ചെയ്തത് അതിന് നമ്മൾ ടാക്സ് 2023-24 ഇടയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനിലും പ്രീവിയസ് ഇയർ 2022-23 ആണ് വരാം. അതിനനുസരിച്ചിട്ട് ആ ഒരു പീരീഡിലുള്ള ഇൻകത്തിന് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, പ്രീവിയസ് ഇയറുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നോക്കാം. ഇപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, in the case of newly set up business or profession or any other new source of income during the financial year. അപ്പോൾ ഏതെങ്കിലും ഒരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആരംഭിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദി ഡേറ്റ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ബിസിനസ് ഓർ പ്രൊഫഷൻ. എന്നാണോ ആ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതലാണ് പ്രീവിയസ് ഇയർ ആരംഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എക്സ് സ്റ്റാർട്ടഡ് ബിസിനസ് ഓൺ 7th September 2022. In the case, the previous year is from 7th September 2022 to 31st March 2023. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ എപ്പോഴും ഒരു വർഷമാവണം നിർബന്ധമില്ല. നമ്മൾ പറയുമ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2022-23 ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ഏപ്രിൽ 2022 ആണ്, നിർബന്ധമില്ല. ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് എന്താണ്? 7th September 2022 ആണ്. അപ്പോൾ അന്ന് മുതലാണ് ആ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ മിസ്റ്റർ എ വാസ് അപ്പോയിൻറ്റഡ് ആസ് എൻ അക്കൗണ്ടൻറ്റ് ഇൻ എ കമ്പനി ഓൺ 1/8/2022. അപ്പോൾ 1/8/2022 മിസ്റ്റർ എനെ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇൻ ദിസ് കേസ് ദ പ്രീവിയസ് ഇയർ ആ മിസ്റ്റർ എനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഏൺ ചെയ്യുന്നത് 1/8/2022 മുതലാണ്. മിസ്റ്റർ എനെ സംബന്ധിച്ചിടത്തോളം ആ ജോലിക്ക് കയറുന്നത്, ആ അക്കൗണ്ടൻ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് 1/8/2022 മുതലാണ്. അന്ന് മുതലാണ് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതലാണ് പ്രീവിയസ് ഇയർ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 12 മന്ത് കറക്റ്റ് ആവണം നിർബന്ധമില്ല. ലെസ് ദാൻ 12 മന്ത് ആവാം, 12 മാസത്തിൽ കുറവും ആകാം. ജനറൽ റൂൾ ഈസ് ദാറ്റ് ഇൻകം ഓഫ് എ പർട്ടിക്കുലർ ഇയർ ഈസ് അസസ്ഡ് ടു ടാക്സ് ഇൻ ദി നെക്സ്റ്റ് ഇയർ. അപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജനറൽ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം, ഈ വർഷത്തെ ഇൻകം അതിൻ്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇയറിലാകും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയർ നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി നെക്സ്റ്റ് ഒരു ടേമാണ് പേഴ്സൺ. ഇൻകം ടാക്സ് ആക്ട് പേഴ്സണെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 അപ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ പെട്ടതാണ് ഇൻഡിവിജ്വൽ, അതേപോലെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, എ കമ്പനി, ഫേം, അതേപോലെ AOP ഓർ BOI അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ദെൻ ലോക്കൽ അതോറിറ്റി, ദെൻ എവരി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇവരൊക്കെയാണ് പേഴ്സണിൽ പെടുന്നത്. അപ്പോൾ പേഴ്സൺസ് ഓരോരുത്തരും ആരാണ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്, വെദർ മെയിൽ ഓർ ഫീമെയിൽ, മൈനർ ഓർ മേജർ, ഇതെല്ലാവരും ഓരോ വ്യക്തി, അതാണ് ഇൻഡിവിജ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൽ ആവാം, ഫീമെയിൽ ആവാം, മൈനർ ആവാം, മേജർ ആവാം. ഓക്കെ, അപ്പോൾ ഓരോ വ്യക്തിയും ഒരു വ്യക്തി പേഴ്സണാണ്. ദെൻ നെക്സ്റ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോ. അപ്പോൾ ഹിന്ദു നിയമപ്രകാരം ഒരു
ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ് HUF എന്ന് പറയുന്നത്. അപ്പോൾ HUFൻ്റെ മാനേജറിനെ വിളിക്കുന്ന പേരാണ് കർത്ത, അതിൻ്റെ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോപാർട്ട്നേഴ്സ്. അപ്പോൾ ഹിന്ദു നിയമപ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു ഫാമിലിയാണ് ഈ HUF. സാധാരണ കേരളത്തിലൊക്കെ കുറവാണ്, നോർത്ത് ഇന്ത്യയിലാണ് HUF കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, ദെൻ കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 1956 പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇതിനെ ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കമ്പനി എന്താണെന്ന് അറിയുന്നതാണ്. പിന്നെ ഫേം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ എൻറ്റിറ്റി. പാർട്ണർഷിപ്പ് ഫേം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എൻ എൻറ്റിറ്റി വിച്ച് കംസ് ടു എക്സിസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് പാർട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരം നിലവിൽ വന്നിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് നമ്മൾ ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ആക്സെപ്റ്റ് ഓൺലി ദീസ് എൻറ്റിറ്റീസ് ആസ് എ ഫേം വിച്ച് ആർ അസസ്ഡ് ആസ് എ ഫേം അണ്ടർ സെക്ഷൻ 184 ഓഫ് ദി ആക്ട്. അപ്പോൾ ഇൻകം ടാക്സിൽ സെക്ഷൻ 184 പറഞ്ഞിട്ടുള്ളതിന് മാത്രം നമ്മൾ ഫേം ആയിട്ട് പരിഗണിക്കുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേം ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതൊരു കണ്ടീഷനാണ്. പിന്നെ AOP ഓർ BOI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്ക്ഫെഡ്, NFED എക്സെട്ര ദർ എക്സാമ്പിൾസ് ഓഫ് സച്ച് പേഴ്സൺസ്. അപ്പോൾ AOP BOIക്കൊക്കെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ AOP എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, വെൻ പേഴ്സൺസ് കമ്പൈൻ ടുഗദർ ടു ക്യാരി ഓൺ എ ജോയിൻറ്റ് എൻ്റർപ്രൈസസ്. അപ്പോൾ ഒരു ആ പേഴ്സണിൽ ഇൻഡിവിജ്വൽ വരാം, HUF വരാം, കമ്പനി വരാം, ഫേം വരാം. ഇതൊക്കെ അങ്ങനെ ഇൻഡിവിജ്വൽ മാത്രമല്ല, പല പേഴ്സൺസും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണേ. പക്ഷേ ദേ ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ണർഷിപ്പ് അണ്ടർ ഓഫ് ദി ലോ. അപ്പോൾ നിയമപ്രകാരമായിട്ട് ഒരു പാർട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു അഗ്രിമെൻ്റ് ഒന്നും ഉണ്ടാക്കാതെ കുറച്ച് വ്യക്തികൾ അതേപോലെ അല്ലെങ്കിൽ 4-5 പേഴ്സൺസ് കൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഫിറ്റോ ഇൻകം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് വിളിക്കാം. AOP ക്യാൻ ഹാവ് ഫേം. അപ്പോൾ ഒരു AOPയിൽ അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ ഫേം ഉണ്ടാവാം, കമ്പനി ഉണ്ടാവാം, പിന്നെ അതേപോലെ ഇൻഡിവിജ്വൽ അതിൽ മെമ്പർ ആവാം. ഓക്കെ, എന്നാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വലിൽ അതിൽ നോൺ ഇൻഡിവിജ്വൽസ് ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൺലി നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് ക്യാൻ ബി മെമ്പർ ഓഫ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇൻഡിവിജ്വലിൽ അതിൽ നാച്ചുറൽ മനുഷ്യന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ AOP എന്ന് പറയുമ്പോൾ കുറച്ച് പേര് കൂടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുകയാണ്. അതൊരു അഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു സംഭവം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ ചിലപ്പോൾ കമ്പനി വരാം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം വരാം, അതേപോലെ ഇൻഡിവിജ്വൽ വരാം, അങ്ങനെ അവരുടെ ഒരു മിക്സ്. എന്നാൽ BOI ബോഡി ഓഫ് ഇൻഡിവിജ്വലിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻഡിവിജ്വൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസ് തന്നെ ഒരു അഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ AOPയിൽ ഇൻഡിവിജ്വലും കമ്പനിയും ഫേമും എല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഇത് തമ്മിലുള്ളൂ. നെക്സ്റ്റ് വൺ ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കണ്ടോൺമെൻറ്റ് ബോർഡ്, പോർട്ട് ട്രസ്റ്റ് ഇവരൊക്കെയാണ് നമ്മൾ ലോക്കൽ അതോറിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ അവരാണ്. ദെൻ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, യൂണിവേഴ്സിറ്റി, ടെമ്പിൾ, ചർച്ച്, ഇതൊക്കെ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഓരോ പേഴ്സൺസും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. മൈക്രോസോഫ്റ്റ് ലിമിറ്റഡ് എന്താണ്? ഒരു കമ്പനിയാണ്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ, അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അത് ലോക്കൽ അതോറിറ്റിയാണ്. സ്വയം എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്, സോ കമ്പനിയാണ്. ഫെഡറൽ ബാങ്ക് ലിമിറ്റഡ് അതൊരു കമ്പനിയാണ്. ABC ഗ്രൂപ്പ് ഓഫ് ഹൗസിംഗ് കോർപ്പറേഷൻ സൊസൈറ്റി
അപ്പോൾ ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, അതുകൊണ്ട് നമ്മൾ AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് വിളിക്കാം. ദെൻ DC ആൻഡ് കമ്പനി ഫേം ഓഫ് മിസ്റ്റർ ഡസ്റ്റ് ആൻഡ് മിസ്റ്റർ ക്ലീൻ, അത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു ഫേമാണ്. അപ്പോൾ സോ ദാറ്റ് ഇസ് പാർട്ണർഷിപ്പ് ഫേം. ആൻഡ് ജോയിൻറ്റ് ഫാമിലി ഓഫ് മിസ്റ്റർ ഡേർട്ടി, മിസ്സിസ് ഡേർട്ടി ആൻഡ് ദെയർ സൺസ് മിസ്റ്റർ ഡസ്റ്റ് ആൻഡ് മിസ്റ്റർ ക്ലീൻ. അപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് ഇവർ. അപ്പോൾ നമുക്ക് അവരെ HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് വിളിക്കാം. ദെൻ X ആൻഡ് Y ഹു ആർ ലീഗൽ ഹയേഴ്സ് ഓഫ് Z ഡൈഡ് ഇൻ 1996 ആൻഡ് X ആൻഡ് Y ക്യാരി ഓൺ ഈസ് ബിസിനസ് വിത്തൗട്ട് എൻ്ററിങ് ഇൻ ടു പാർട്ണർഷിപ്പ്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പിൽ ഒരു അഗ്രിമെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു ബിസിനസ് കൊണ്ടടക്കുകയാണ്. അതിൽ Xഉം Yയും കൂടിയിട്ട് അവർ തമ്മിലൊരു പാർട്ണർഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് വിളിക്കാം. അപ്പോൾ ഇവർ ഓരോ പേഴ്സൺസിന് ആരാണ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നത് എന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് അസസി. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം അസസി എന്ന് പറഞ്ഞാൽ അസസി മീൻസ് എ പേഴ്സൺ. അസസി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ഓക്കെ, ഹു ഈസ് ലാബിൾ ടു പേ ടാക്സ്. ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ അസസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അസസി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു പേ ടാക്സ് എന്ന് ഷോർട്ടായിട്ട് പറയാം. ഇനി കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അസസി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലാബിൾ ടു പേ ടാക്സ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എനി അതർ സം ഓഫ് മണി ലൈക്ക് പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും ഇൻട്രസ്റ്റോ പെനാൽറ്റിയോ ടാക്സോ കൊടുക്കാനുള്ള വ്യക്തിയൊക്കെ നമ്മൾ അസസി എന്ന് വിളിക്കുന്നു. And assessee means a person in respect of whom any proceeding under this act. ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്ന വ്യക്തിയെയും നമ്മൾ പേഴ്സണിൽ പെടുത്തും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ടാക്സ് കൊടുക്കുന്നില്ല, 2-3 വർഷമായിട്ട് ടാക്സ് കൊടുക്കുന്നില്ല, പക്ഷേ ഇൻകം ടാക്സ് കണ്ടെത്തുകയാണ്, ടാക്സ് അതോറിറ്റി കണ്ടെത്തുകയാണ് ആ വ്യക്തി ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിയുടെ മേൽ അന്വേഷണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അസസിയിൽ പെടുന്നതാണ്. നെക്സ്റ്റ്, ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിങ് അണ്ടർ ദിസ് ആക്ട് have been taken for the assessment of loss sustained by him or for the amount of refund due to him. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും പ്രൊസീഡിങ്സ് അന്വേഷണം നടക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് എന്തെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നഷ്ടം സംഭവിച്ചിട്ട് അത് ഇൻകം ടാക്സിൽ നിന്ന് റീഫണ്ട് കിട്ടാനുണ്ട് എങ്കിൽ ആ വ്യക്തിയും അസസിയിൽ പെടുന്നതാണ്. അതേപോലെ ദ പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീംഡ് അസസി, മറ്റൊരു വ്യക്തിയുടെ ഇൻകത്തിന്മേൽ ഒരു വ്യക്തി ടാക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൈനറിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ മൈനർ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മൈനറിൻ്റെ പാരൻ്റാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വ്യക്തി ഇൻകം ഏൺ ചെയ്തതിന് മറ്റൊരു വ്യക്തി ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ഡീംഡ് അസസി എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ഡീംഡ് അസസി ആരാണ്? പാരൻ്റാണ്. ഓക്കെ, അപ്പോൾ പാരൻ്റ് അത് ഡീംഡ് അസസിയാണ്, അതും അസസിയിൽ പെടുന്നതാണ്. ദെൻ പേഴ്സൺ ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫാൾട്ട് അതും അസസിയിൽ പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസസി ഇൻ ഡിഫാൾട്ട് എന്ന് പറയുമ്പോൾ ഒരു ടാക്സ് കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു വ്യക്തി ടാക്സ് കൊടുക്കാതിരിക്കുകയാണ്, ടാക്സ് കൊടുക്കുന്നില്ല എങ്കിൽ അയാളെയാണ് ഡിഫാൾട്ട് വരുത്താമെന്ന് പറയാം. അപ്പോൾ ആ വ്യക്തിയെ നമുക്ക് അസസി ഇൻ ഡിഫാൾട്ട് എന്ന് വിളിക്കാം. അപ്പോൾ അതും അസസിയിൽ പെടുന്നതാണ്. അപ്പോൾ അസസി എന്ന് പറയുമ്പോൾ പേഴ്സൺ, അപ്പോൾ ഇവരൊക്കെയാണ് ആ ഒരു അസസിയിൽ പെടുന്നവർ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അസസി ഇസ് എ പേഴ്സൺ, അസസി ഒരു വ്യക്തിയാണ്. ഹൂ പേ ടാക്സ്, അത് ടാക്സ് കൊടുക്കുന്ന വ്യക്തി. ഓർ എനി സം ഓഫ് മണി, എന്തെങ്കിലും ഒരു ക്യാഷായിട്ട് മണിയായിട്ട് കൊടുക്കാനുള്ള വ്യക്തി അണ്ടർ ദി പ്രൊവിഷൻ ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ടാക്സ് കൊടുക്കാൻ ലാബിളായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ എനി സം ഓഫ് മണി കൊടുക്കാൻ ലാബിളായിട്ടുള്ള വ്യക്തിയെ നമ്മൾ അസസി എന്ന് വിളിക്കാം. ദ ടേം അസസി കവർ എവരി വൺ ഹൂ ഹാസ് ബീൻ അസസ്ഡ് ഫോർ ഹിസ് ഇൻകം, ദ ഇൻകം ഓഫ് അനദർ പേഴ്സൺ ഫോർ വിച്ച് ഹീ ഈസ് അസസബിൾ ഓർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹീ ഹാസ് സസ്റ്റൈനഡ്. അപ്പോൾ അസസിയുടെ മീനിങ് പല രീതിയിലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡീംഡ് അസസി. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. ഡീംഡ് അസസി എ പേഴ്സൺ ഹൂ ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി ഇൻകം ഓഫ് അനദർ വൺ ഈസ് കോൾഡ് ഡീംഡ് അസസി. അപ്പോൾ എ പേഴ്സൺ ഹൂ ഈസ് ബൗണ്ട് ടു പേ ടാക്സ്, ഒരു വ്യക്തി ടാക്സ് അടക്കാൻ ബാധ്യതയുണ്ട്, ഒരു വ്യക്തിക്ക് ടാക്സ് അടക്കാൻ ബാധ്യതയുണ്ട്, പക്ഷേ ആ വ്യക്തിയുടെ ഇൻകത്തിന്മേലല്ല, ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി ഇൻകം ഓഫ് അനദർ വൺ, മറ്റൊരു വ്യക്തിയുടെ
അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻകത്തിന്മേൽ ഒരാൾ ടാക്സ് കൊടുക്കാൻ ബാധ്യതയുണ്ട് എങ്കിൽ അയാളെയാണ് നമ്മൾ ഡീംഡ് അസസി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പാരൻറ്റ്, ഗാർഡിയൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് മൈനർ ചൈൽഡ്. മൈനർ ചൈൽഡിൻ്റെ കേസിൽ, മൈനർ ചൈൽഡ് എന്ന് പറയുമ്പോൾ 18 വയസ്സ് തികയാത്തവരെയാണ് മൈനർ ചൈൽഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മൈനർ ചൈൽഡ് എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഇൻകത്തിന് ആര് ടാക്സ് കൊടുക്കണം? പാരൻ്റാണ് ടാക്സ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഗാർഡിയനാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ. ദെൻ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് അസസി. ഒരു മരണപ്പെട്ട വ്യക്തിക്ക് ടാക്സ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അവരാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻകം ഏൺ ചെയ്തത് ആ മരണപ്പെട്ട വ്യക്തിയാണ് അല്ലേ, പക്ഷേ ആ മരണപ്പെട്ട വ്യക്തി ടാക്സ് കൊടുക്കുന്നില്ല. പകരം ആ വ്യക്തി ഇൻകം ഏൺ ചെയ്തതിന് മറ്റൊരു വ്യക്തിയാണ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ ഡീംഡ് അസസി എന്ന് വിളിക്കുന്നു. ദെൻ ഏജൻറ്റ് ഓഫ് എ പേഴ്സൺ റിസൈഡിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഇവിടുന്ന് ഇൻകം കിട്ടുന്നുണ്ടാകാം. അപ്പോൾ ആ ടാക്സ് കൊടുക്കേണ്ടത് അയാളാണ്, പക്ഷേ അയാളുടെ ഏജൻറ്റാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ. മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ എക്സാമ്പിളിൽ പാരൻറ്റ് അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ഏജൻറ്റ് ഇവരൊക്കെയാണ് ഡീംഡ് അസസി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡീംഡ് അസസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്, അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഡീംഡ് അസസി ഈസ് ആൾസോ നോൺ ആസ് റെപ്രസെൻറ്റേറ്റീവ് അസസി. അപ്പോൾ ഡീംഡ് അസസിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്നുള്ളത്. ഓക്കെ. നെക്സ്റ്റ് വൺ, അസസി ഇൻ ഡിഫാൾട്ട്. അസസി ഇൻ ഡിഫാൾട്ട് ഓൾറെഡി പറഞ്ഞിട്ടുള്ള തന്നെയാണ്. അസസി ഇൻ ഡിഫാൾട്ട് എന്ന് പറയുമ്പോൾ ഇസ് എ പേഴ്സൺ ഹു ഹാസ് failed to fulfill his statutory obligation as per Income Tax Act 1961. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത വ്യക്തിയെയാണ് അസസി ഇൻ ഡിഫാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ടാക്സ് കൊടുക്കാൻ ബാധ്യത ഉണ്ടായിട്ട് പോലും ടാക്സ് കൊടുക്കാൻ പറ്റാത്ത വ്യക്തി അല്ലെങ്കിൽ കൊടുക്കാത്ത വ്യക്തിയെയാണ് നമ്മൾ അസസി ഇൻ ഡിഫാൾട്ട് എന്ന് പറയുന്നത്. സച്ച് എസ് നോട്ട് പെയ്ഡ് ടാക്സ് ടു ദി ഗവൺമെൻറ് ഓർ നോട്ട് ഫയൽ ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ ടാക്സ് കൊടുക്കാത്ത വ്യക്തി. ഓക്കെ. അതേപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത വ്യക്തിയെയും നമ്മൾ അസസി ഇൻ ഡിഫാൾട്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു ഇൻകം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ 2,50,000 മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ആ വ്യക്തിയെ അസസി ഇൻ ഡിഫാൾട്ട് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. എക്സാമ്പിൾ, എൻ എംപ്ലോയർ ഈസ് ലാബിൾ ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ്. TDS ഒരു എംപ്ലോയർ സാലറി കൊടുക്കുമ്പോൾ സാലറിയിൽ നിന്ന് ടാക്സ് പിടിച്ചതിന് ശേഷം ആണ് സാലറി കൊടുക്കുക. ഓക്കെ. ആൻ എംപ്ലോയർ ഈസ് ലാബിൾ ടു ഡിഡക്റ്റ് ടാക്സ് അറ്റ് സോഴ്സ് ഓൺ പേയ്മെൻറ്റ് ഓഫ് സാലറി ടു ഹിസ് എംപ്ലോയി ഇഫ് ഹി ഫെയിൽ ടു ഡു ദാറ്റ് ഈസ് ആൻ അസസി ഇൻ ഡിഫാൾട്ട്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കുമ്പോൾ വലിയ സാലറിക്കാണെന്നുണ്ടെങ്കിൽ ടാക്സ് പിടിച്ചതിന് ശേഷമാണ് സാലറി കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ടാക്സ് പിടിക്കാതെ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, TDS ടാക്സ് പിടിക്കാതെ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയർ അസസി ഇൻ ഡിഫാൾട്ട് ആകും. അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി ഡസൻറ്റ് ഫുൾഫിൽ ദ ലീഗൽ റിക്വയർമെൻറ്റ് ഓഫ് ദി കണക്ഷൻ വിത്ത് ഇൻകം ടാക്സ് മാറ്റേഴ്സ്. ഇൻകം ടാക്സ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ റിക്വയർമെൻറ്റ് അത് ഫുൾഫിൽ ചെയ്തിട്ടില്ല. ഓർ എനി അസസ്മെൻറ്റ് പ്രൊസീജിയർ ആസ് പെർ ദി ആക്ട്. അസസ്മെൻറ്റ് പ്രൊസീജിയർ ഇപ്പോൾ TDS അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സോ അങ്ങനെയുള്ള അസസ്മെൻറ്റ് പ്രൊസീജിയർ ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തെയും ആ ഫുൾഫിൽ ചെയ്യാത്ത വ്യക്തിയെയും നമ്മൾ അസസി ഇൻ ഡിഫാൾട്ട് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഫെയിൽ ടു പേ അഡ്വാൻസ് ടാക്സ്. ഒരു അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ഉണ്ടായിട്ടും പേ ചെയ്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിയും എന്താണ്, അസസി ഇൻ ഡിഫാൾട്ടാണ്. അപ്പോൾ സാധാരണ ഒരു പർട്ടിക്കുലർ ഇൻകത്തിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണം. അപ്പോൾ ഒരു വ്യക്തി അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ഉണ്ടായിട്ട് പേ ചെയ്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിയെ നമ്മൾ അസസി ഇൻ ഡിഫാൾട്ട് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടേമാണ് അസസ്മെൻറ്റ്. അപ്പോൾ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ റിട്ടേൺ ഓഫ് ഇൻകം ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കോൾഡ് അസസ്മെൻറ്റ്. നമ്മളുടെ ഇൻകം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഫയലിംഗ് ചെയ്യും, റിട്ടേൺ ഫയൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിക്കും നമ്മളുടെ ഇൻകം എത്രയാണെന്ന് പറഞ്ഞിട്ട്. അതിനെയാണ് റിട്ടേൺ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിട്ടേൺ ഓഫ് ഇൻകം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ റിട്ടേൺ ഓഫ് ഇൻകം അത് പരിശോധിക്കുന്ന പ്രോസസ്സാണ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ റിട്ടേൺ ഓഫ് ഇൻകം ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്.
അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ റിട്ടേൺ ചെയ്ത നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇൻകം അത് പരിശോധിക്കുന്ന എക്സാമിനിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അസസ്മെൻറ്റ് ഇൻക്ലൂഡ് ദി ഫോളോയിങ് ആസ് പെർ സെക്ഷൻ 144. അതിൽ അസസ്മെൻറ്റിൽ പെടുന്നതാണ് സെൽഫ് അസസ്മെൻറ്റ്, സമ്മറി അസസ്മെൻറ്റ്, റെഗുലർ അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ്. നെക്സ്റ്റ് ഹെഡ്സ് ഓഫ് ഇൻകം. അപ്പോൾ ഈ ഹെഡ്സ് ഓഫ് ഇൻകം ആണ് പ്രധാനമായിട്ടും നമുക്ക് ഇൻകം ടാക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഇൻകം ടാക്സ് അതിൽ നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് 5 ഹെഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിലൂടെ ഇൻകം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഇൻകം ഈ ഒരു 5 ഹെഡിൽ ഏതെങ്കിലും ഒരു ഹെഡിൽ പോകും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻകം ഫ്രം സാലറി, അതേപോലെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഇൻകമൊക്കെ ഇൻകം ഫ്രം സാലറിയിൽ വിടും. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, റെൻ്റൽ ഇൻകം കിട്ടുന്നതൊക്കെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വിടും. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ബിസിനസ് ചെയ്ത് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ പ്രൊഫഷനിലൂടെ കിട്ടുന്ന ഗെയിന്, അതൊക്കെ ഈ നമ്മൾ ഈ PGBP അണ്ടറിലാണ് വരിക. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ വരും. ക്യാപിറ്റൽ ഗെയിൻ, നമ്മളുടെ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ്, ലാൻഡോ ബിൽഡിങ്ങോ ജ്വല്ലറിയോ അതൊക്കെ വിറ്റാൽ കിട്ടുന്ന ലാഭം, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഈ 4 ഹെഡിലും പെടാത്തതിനെയാണ് നമ്മൾ ഈ ഇൻകം ഫ്രം അതർ സോഴ്സിൽ പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ 4 ഹെഡിലും പെട്ടിട്ടില്ല എങ്കിൽ അത് ഏതിലാകും? ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഉൾപ്പെടും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം അത് ഏത് വഴിയിലൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഈ ഒരു 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ അണ്ടറിൽ പെടുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ ഗ്രോസ് ടോട്ടൽ ഇൻകം. നമുക്ക് ഈ കിട്ടുന്ന 5 ഹെഡിലുള്ള ഇൻകം, ആ 5 ഹെഡിലുള്ള ഇൻകം കൂടി കൂട്ടിയിട്ട് എന്തെങ്കിലും നഷ്ടമുണ്ട് എങ്കിൽ ആ നഷ്ടമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നികത്തും, കുറക്കും. അങ്ങനെ കുറച്ച് കിട്ടുന്ന ബാക്കിയുള്ള ഇൻകത്തെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഹെഡ് ഓഫ് ഇൻകം കൂടി കൂട്ടിയിട്ട് അതിലുള്ള ലോസസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു അതിനെ. എന്നിട്ട് ആ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇൻകമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്നുള്ളത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആസ് റെഡ്യൂസ്ഡ് ബൈ ദി ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A, അഥവാ സെക്ഷൻ 80C to 80U മുതലുള്ള 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഡിഡക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുന്നു. എന്നിട്ട് കിട്ടുന്ന ഇൻകമാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻ. ഓക്കെ, അണ്ടർ സെക്ഷൻ 80C to 80U. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C to 80U വരെയുള്ള ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻകം കിട്ടും. ക്ലിയർ അല്ലേ? The total deduction under section 80C to 80U shall not be more than that of the gross total income of the assessee in any cases. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് അത് ഒരിക്കലും ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാവാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഒരു 5 ലക്ഷമാണ് വിചാരിക്കുക. അപ്പോൾ ഈ ഡിഡക്ഷൻസ് ഒരിക്കലും 5 ലക്ഷത്തിൻ്റെ മുകളിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ടോട്ടൽ ഇൻകം is the income on which income tax is calculated. Hence it is also known as taxable income. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകമാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ആ ടോട്ടൽ ഇൻകത്തിന്മേലാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ടോട്ടൽ ഇൻകം എത്രയാണോ അതിന് എത്ര പെർസെൻറ്റേജിൻ്റെ ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് കൊടുക്കുന്നു. അത് ടോട്ടൽ ഇൻകത്തെ വിളിക്കുന്ന പേരാണ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് ഒരു ടേമാണ് കാഷ്വൽ ഇൻകം. പലപ്പോഴും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാഷ്വൽ ഇൻകം എന്നുള്ളത്. അപ്പോൾ കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി റിസിപ്റ്റ് ഓഫ് കാഷ്വൽ ഓർ നോൺ റെക്കറിങ് നാച്ചർ ഈസ് കാഷ്വൽ ഇൻകം. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് കിട്ടാത്ത, കാഷ്വലായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കൽ കിട്ടുന്ന, അതാണ് കാഷ്വൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനി റിസിപ്റ്റ് ഓഫ് കാഷ്വൽ ഓർ നോൺ റെക്കറിങ് നാച്ചർ, അല്ലേ, എപ്പോഴും കിട്ടാത്ത ഇൻകത്തെയാണ് നമ്മൾ റെഗുലറായിട്ട് കിട്ടാത്ത ഇൻകത്തെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോട്ടറി അടിക്കുമോ? നമുക്ക് എന്നും ലോട്ടറി അടിക്കുമോ? ഇല്ല, അതൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുക. അതേപോലെ ക്രോസ് വേർഡ് പസിൽസ്, കാർഡ് ഗെയിംസ്, ബെറ്റിങ്, ഹോഴ്സ് റേസ്, ഗാംബ്ലിങ്, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന നോൺ റെക്കറിങ് നാച്ചുറായിട്ടുള്ള ഇൻകത്തെയാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് വിളിക്കുന്നത്.
അപ്പോൾ കാഷ്വൽ ഇൻകം ഈസ് ദ ഇൻകം വിച്ച് ഏൺഡ് ബൈ ചാൻസ് ഓർ റിസീവ്ഡ് അറ്റ് അൺസർട്ടൈൻ ടൈംസ്, അല്ലേ? ബൈ ചാൻസ്, ബൈ ലക്കിലൊക്കെ കിട്ടുന്ന ഇൻകമാണ്. ഓക്കെ, അല്ലെങ്കിൽ റിസീവ്ഡ് അറ്റ് അൺസർട്ടൈൻ ടൈംസ്, നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഇൻകത്തേക്കാണ് നമ്മൾ കാഷ്വൽ ഇൻകം എന്ന് വിളിക്കാം. അങ്ങനെ ഒരു വ്യക്തിക്ക് കാഷ്വൽ ഇൻകം കിട്ടിയിട്ടുണ്ട് എങ്കിൽ സച്ച് വിന്നിങ് ആർ ചാർജബിൾ ടു ടാക്സ് അറ്റ് ഫ്ലാറ്റ് റേറ്റ് ഓഫ് 30% അണ്ടർ സെക്ഷൻ 150BB. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് കാഷ്വൽ ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ ആ കിട്ടിയത്, കാഷ്വൽ ഇൻകം ആയിട്ട് കിട്ടിയത് എത്ര എമൗണ്ട് ആണോ അതിന് 30% ഫ്ലാറ്റ് റേറ്റിൽ, എത്ര ഇൻകം കിട്ടി അതിന് 30% എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ഇപ്പോൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് 30% ടാക്സ് കൊടുക്കണം. നമുക്ക് കിട്ടുമ്പോൾ തന്നെ ടാക്സ് കുറച്ചിട്ടാണ് ബാക്കിയുള്ള എമൗണ്ടാണ് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കാഷ്വൽ ഇൻകം. നെക്സ്റ്റ്, ടാക്സ് സ്ലാബ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2023-24 ടാക്സ് സ്ലാബ് എന്ന് പറയുമ്പോൾ ടാക്സ് റേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ അസസ്സിയെ സംബന്ധിച്ചിടത്തോളം മെയിൽ ഓർ ഫീമെയിൽ അപ് ടു ഏജ് ഓഫ് 16, 60 വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ടാക്സ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 2.5 ലാക്ക് വരെ ഇല്ല ടാക്സ് കൊടുക്കേണ്ട. 2.5 ലാക്ക് മുതൽ 5 ലാക്ക് വരെ എത്രയാണോ ഉള്ളത് അതിന് 5%. ഓക്കെ, അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കാൻ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാം. ആ ടോട്ടൽ ഇൻകത്തിന്മേൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 7 ലക്ഷം ടോട്ടൽ ഇൻകം കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ 2.5 ലാക്ക് വരെ കൊടുക്കേണ്ട. ബാക്കി വരുന്ന 2.5 ലാക്ക് മുതൽ 5 ലാക്കിന് 5%, പിന്നെ 5 ലാക്ക് മുതൽ 10 ലാക്ക് വരെ 20%, മോർ ദാൻ 10 ലാക്ക് 30%. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം 7 ലാക്കാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2.5 ലാക്ക് വരെ കൊടുക്കണ്ട. ഓക്കെ, ബാക്കി 2.5 ലാക്ക് മുതൽ 5 ലാക്ക് വരെ എത്ര ഉണ്ട്, 2.5 ലക്ഷം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എത്ര ശതമാനം, 5% എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,500. പിന്നെ 5 ലാക്ക് മുതൽ 10 ലാക്ക് വരെ 20% ആണ്. പക്ഷേ 10 ലാക്ക് ഇല്ല, എത്ര ലക്ഷമുള്ളൂ, 7 ലക്ഷമുള്ളൂ. അപ്പോൾ എത്ര ഉണ്ട്, 2 ലക്ഷം അല്ലേ? 5 ലാക്ക് മുതൽ 7 ലാക്ക് വരെ 20%, അപ്പോൾ അതിന് എത്ര പെർസെൻറ്റേജ് കൊടുക്കണം, 20%. അപ്പോൾ 2 ലാക്കിൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ് ടാക്സ് ഈ സ്ലാബ് റേറ്റ് വെച്ചിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് ടാക്സ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കും. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് കമ്മിങ് ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നോർമൽ സിറ്റിസൻ്റെ കേസിൽ. സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 3 ലാക്ക് വരെ നില്ലാണ്, 3 to 5 ലാക്ക് വരെ 5%, 5 to 10 ലാക്ക് വരെ 20%, മോർ ദാൻ 10 ലാക്ക് 30%. ഇനി സൂപ്പർ സീനിയർ സിറ്റിസൺ വെച്ചാൽ 80 വയസ്സിൻ്റെ മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ 5 ലാക്ക് വരെ ടാക്സ് കൊടുക്കേണ്ട, 5 ലാക്ക് മുതൽ 10 ലാക്ക് വരെ 20%, മോർ ദാൻ 10 ലാക്ക് ആണെങ്കിൽ 30%. ഓക്കെ, ഇനി അതുകൂടാതെ ആ ടാക്സ് നമ്മളിപ്പോൾ എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. അതുകൂടാതെ അതിന് പുറമെ സർചാർജ് ഓൺ ടാക്സ് എന്ന് വെച്ചാൽ ടാക്സ് ഓൺ ടാക്സ് ആണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം 50 ലക്ഷത്തിൻ്റെ മുകളിലും 1 crore ഇടയിലാണെന്നുണ്ടെങ്കിൽ, 50 ലക്ഷത്തിന് മുകളിൽ പോയി ടോട്ടൽ ഇൻകം, 1 crore ഇടയിലാണെങ്കിൽ ടാക്സിൻ്റെ 10%, നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തല്ലോ അതിൻ്റെ 10%. ഇനി 1 crore മുകളിൽ പോയി പക്ഷേ 2 crore താഴെയാണെന്നുണ്ടെങ്കിൽ 15% ടാക്സ്. ഓക്കെ, അപ്പോൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ വീണ്ടും 15% നമ്മൾ എന്ത് ചെയ്യുന്നു, ടാക്സ് കൊടുക്കണം. ഇനി 2 crore മുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 25% ടാക്സ് കൊടുക്കണം. 5 crore മുകളിലാണെന്നുണ്ടെങ്കിൽ 37% ടാക്സ് കൊടുക്കണം. അതും കൂടാതെ ഈ ടാക്സ് നമ്മൾ ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിൽ പെർസെൻറ്റേജ് വെച്ചിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത്, കൂടാതെ അതിന്മേൽ വീണ്ടും സർചാർജ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതും കൂടാതെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 4%, ആ രണ്ടും കൂടി കൂട്ടി കിട്ടുന്ന എമൗണ്ടിൻ്റെ 4% എന്ത് വേണം, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് റിബേറ്റ് കിട്ടും, എന്ന് വെച്ചാൽ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. റിബേറ്റ് ഓഫ് ₹12,500 ഫോർ ദി ടോട്ടൽ ഇൻകം അപ് ടു 5 lakh ആസ് പെർ സെക്ഷൻ 87A. അപ്പോൾ 87A പ്രകാരം ഒരു വ്യക്തിക്ക് റിബേറ്റ് കിട്ടും. അപ്പോൾ റിബേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഉണ്ട്, ഈ ടോട്ടൽ ഇൻകം എന്നുള്ളത് 5 lakhൻ്റെ മുകളിൽ വരാൻ പാടില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ റിബേറ്റ് കിട്ടില്ല. 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 12,500 വരെ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ മാക്സിമം 12,500 വരെ ഡിഡക്റ്റ് ചെയ്യാം.
ഓക്കെ, ടാക്സ് കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ ആ ഇൻഡിവിജ്വലിന് 5 ലക്ഷമാണ് ടോട്ടൽ ഇൻകം എന്ന് വിചാരിക്കുക. 5 ലക്ഷത്തിന് 2.5 ലാക്ക് വരെ ടാക്സ് കൊടുക്കണ്ട. ഓക്കെ, ബാക്കി 2.5 ലാക്ക് മുതൽ 5 ലാക്ക് വരെ 2.5 ലക്ഷമാണ് ഉള്ളത്. ബാക്കി 2.5 ലക്ഷമല്ലേ ഉള്ളൂ. ആ 2.5 ലക്ഷത്തിന് 5% കൊടുത്താൽ മതി. അപ്പോൾ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷത്തിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 12,500 അപ്പോൾ 12,500 എന്ത് ചെയ്യും, നമുക്ക് റിബേറ്റും കിട്ടും, കുറയ്ക്കാനും പറ്റും. അപ്പോൾ 12,500 ടാക്സിൽ നിന്ന് 12,500 മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 ടാക്സ് കൊടുക്കേണ്ട. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം 5 ലാക്ക് വരെയാണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. അഥവാ 5 ലാക്കിൻ്റെ മുകളിൽ പോയി 5 ലാക്ക് ആയിക്കഴിഞ്ഞാൽ 5 ലക്ഷം 1 രൂപയും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിബേറ്റ് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ പുതിയൊരു സ്ലാബ്, ന്യൂ ഇൻകം ടാക്സ് സ്ലാബ് വന്നിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അസസ്മെൻറ്റ് ഇയർ 2020-23 വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ വർഷം അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ടാക്സ് സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 2.5 ലാക്ക് വരെ ടാക്സ് ഇല്ല. 2.5 ലാക്ക് മുതൽ 5 ലാക്ക് വരെ 5%, 5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ 10%, 7 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഉണ്ടെങ്കിൽ 15%, 10 ലക്ഷത്തിൻ്റെ മുകളിൽ 10 ലക്ഷം ടു 12 ലക്ഷം വരെ ആണെങ്കിൽ 20%, 12 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആണെങ്കിൽ 25%, 15 ലക്ഷത്തിൻ്റെ മുകളിലാണെങ്കിൽ 30%. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിലുള്ളതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഇൻകം 10 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2 ലക്ഷം വരെ കൊടുക്കണ്ട. ഇപ്പോൾ 2 ലക്ഷം കഴിഞ്ഞു. ഇനി ബാക്കി 2 ലക്ഷം മുതൽ 5 ലക്ഷം വരെ എത്ര ഉണ്ട്? 2 ലക്ഷം ഉണ്ട്. അതിൻ്റെ 5% കൊടുത്താൽ മതി. ആ 2 ലക്ഷത്തിന് 5% കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ 5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ എത്ര ഉണ്ട്? 2 ലക്ഷം ഉണ്ട്. അതിൻ്റെ 10% കൊടുക്കുക. അങ്ങനെ ആ ഓരോ പ്രോഗ്രസീവ് ടാക്സ് ആണ്. അപ്പോൾ ഓരോ ഇതിലും ആ ഒരു കാറ്റഗറിയിൽ എത്ര വരുന്നുണ്ട്, എത്ര ഇൻകം വരുന്നുണ്ട്, അതിന് ആ പെർസെൻറ്റേജ് വെച്ച് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ന്യൂ ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷണലാണ്. ഇൻഡിവിജ്വലിന് ഏത് കൊടുക്കാം, രണ്ടും ചൂസ് ചെയ്യാം. ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള വർഷങ്ങളിൽ തന്നെ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ടാക്സ് പ്ലാനിങ് ചെയ്തിട്ട് ആണ് സാധാരണ ടാക്സ് സ്ലാബ് തിരഞ്ഞെടുക്കാറ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേമാണ് MMR, മാക്സിമം മാർജിനൽ റേറ്റ്. ഒരു ഇൻഡിവിജ്വൽ കൊടുക്കേണ്ട മാക്സിമം ടാക്സിനെയാണ് MMR എന്ന് വിളിക്കുന്നത്. ദ റേറ്റ് ഓഫ് ടാക്സ് ഇൻക്ലൂഡിങ് സർചാർജ് അപ്ലിക്കബിൾ ടു ദി ഹയസ്റ്റ് സ്ലാബ് ഓഫ് ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ AOP or BOI ആസ് സ്പെസിഫൈഡ് ഇൻ ദി ഫിനാൻസ് ആക്ട് ഓഫ് എവരി ഇയർ. അപ്പോൾ ഫിനാൻസ് ആക്ട് ആ ഒരു പർട്ടിക്കുലർ ഇയറിൽ, അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് പ്രകാരം ഒരു ഇൻഡിവിജ്വൽ സർചാർജും ടാക്സൊക്കെ കൂടിയിട്ട് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട ഇതിനെയാണ് നമ്മൾ MMR എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ MMR എന്ന് പറയുമ്പോൾ മാക്സിമം 30%. ഓക്കെ, പ്ലസ് 5 കോടിയുടെ മുകളിലാണെങ്കിൽ 37% സർചാർജ് കൊടുക്കണം. കൂടാതെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ആ 42.744% എന്ത് ചെയ്യേണ്ടി വരും? ആ ടോട്ടൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇൻ കേസ് ഓഫ് ദി ഫേം ആൻഡ് ഡൊമസ്റ്റിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ 30% ടാക്സ് പ്ലസ് 12% സർചാർജ് പ്ലസ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അങ്ങനെ 34.944 ആണ് MMR വരിക. ഓക്കെ, അപ്പോൾ MMR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഫേമോ AOP ഏതോ ആയിക്കോട്ടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട ടാക്സിനെയാണ് നമ്മൾ, ആ ടാക്സ് റേറ്റിനാണ് MMR എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആണ്. എന്തായാലും ഇമ്പോർട്ടൻ്റ് ടേംസ് ഒക്കെ മനസ്സിലാക്കുക. നാളെ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് സ്റ്റാർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇൻകം ടാക്സിൻ്റെ പ്രോബ്ലത്തിലേക്കൊക്കെ കടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.